ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ മിസ്നാസ് വേൾഡിൽ. നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കുഞ്ഞ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ഇടത്തരം തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അതും ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 4 സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തേക്കുന്ന മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ടാണ് 4 സ്പൂൺ ഇടുന്നത്. 4 സ്പൂൺ മുളക് പൊടിയും ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. ചിലരാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കത്തില്ല, പക്ഷെ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. തുണ്ട മീനും കൂടെ എടുത്തേക്കാം. ഞാൻ എടുത്തേക്കുന്ന മീൻ മോദ മീനാണ് കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് ഫിഷ് മസാല, 1 ടീസ്പൂൺ ഫിഷ് മസാല, പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ പച്ച ചുവ മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ ഒരു 2-3 കുടംപുളി എടുത്ത് വെള്ളത്തിൽ കഴുകിയിട്ട് അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ആ കുടംപുളിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി നേരം നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ അതിൻ്റെ ഒരു എണ്ണ തെളിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യാനുസരണം വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട് ഈ മിക്സ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീൻ, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന മോദ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയില്ല. അത് 1 കിലോ മീനാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഞാനിവിടെ സ്പൂൺ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ തന്നെയാണ് ഒരു കൈ വെച്ചിട്ട് വീഡിയോയും ഒരു കൈ വെച്ചിട്ട് കുക്കിങ്ങും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിക്കുന്നത്. ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചതൊന്ന് തിളയ്ക്കാൻ വെക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മീൻ കറി അല്ലെങ്കിൽ മീൻ മുളകിട്ടത് റെഡി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.